മഹാനായ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരുപാട് ചിന്തനീയമായ ശ്രദ്ധേയമായ ഇബാറത്തുകൾ, ഉദ്ധരണികൾ, ഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കപ്പെടുന്നത് കാണാം. അതിൽ അദ്ദേഹത്തിന്റെ തഖ്വയും സൂക്ഷ്മതയും റബ്ബിന്റെയും പരലോകത്തിന്റെയും വിഷയത്തിലുള്ള ഭയപ്പാടും ഒക്കെ പ്രകടമാകുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ്. അദ്ദേഹം പറയുന്നു, ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ലൗ നാദാ മുനാദിൻ മിനസ് സമാഇ, ആകാശത്ത് നിന്ന് വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയാണെന്ന് വിചാരിക്കുക. അങ്ങനെ വിളിച്ചു പറയുകയാണെങ്കിൽ, അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇന്നക്കും ദാഖിലൂനൽ ജന്ന കുല്ലുക്കും, നിങ്ങളെല്ലാം സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരാണ് എന്ന ആകാശ ലോകത്ത് നിന്ന് ഒരു മലക്ക് വിളിച്ചു പറയാണെന്ന് നിങ്ങൾ വിചാരിക്കുക. അത് നിങ്ങൾ കേൾക്കുകയാണ്. മനുഷ്യരെ, നിങ്ങളെല്ലാവരും സ്വർഗത്തിലാണ്, നിങ്ങളെല്ലാം സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ളവരാണ്. ഇല്ലാ റജുലൻ വാഹിദൻ, പക്ഷെ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ സ്വർഗത്തിൽ കടക്കുകയില്ല. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ സ്വർഗത്തിൽ കടക്കുകയില്ല. റളിയല്ലാഹു അൻഹു പറയാണ്, അങ്ങനെ ഒരാൾ വിളിച്ചു പറയുകയാണെങ്കിൽ ലഖിഫ്തു അൻ അകൂന അന ഹുവ, ആ ഒരാൾ സ്വർഗത്തിൽ കടക്കില്ല എന്ന് പറഞ്ഞ ആ ഒരാൾ ഞാൻ ആയേക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ്. ഞാൻ ആയേക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നുള്ളതാണ്. അബൂ നഈം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഹില്യത്തുൽ ഔലിയ എന്ന ഗ്രന്ഥത്തിലാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഒരു വാക്ക് പറഞ്ഞിട്ടുള്ളത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എത്രമാത്രം അള്ളാഹുവിനെ ഉമർ റളിയല്ലാഹു അൻഹു ഭയപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ ഈമാനിന്റെ ആഴം എത്ര വലുതായിരുന്നു. ഉമർ, നീ സ്വർഗത്തിലാണ് എന്ന് ജീവിച്ചിരിക്കെ തന്നെ പ്രവാചകന്റെ നാവിലൂടെ സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടിട്ട് പോലും എത്രമാത്രം വിനയവും വിധേയത്വവും ഉമർ റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചിരുന്നു എന്ന് നമുക്ക് ഈ വചനത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. നമ്മളൊന്ന് ആലോചിച്ചാൽ മതി, നമ്മുടെ പരലോകത്തിന്റെ വിഷയത്തിൽ നമുക്ക് എത്ര ജാഗ്രതയുണ്ട്. ശരിക്കൊന്ന് ആലോചിച്ചാൽ നമുക്ക് തീരെ ശ്രദ്ധയില്ലാത്ത, നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, നമ്മൾ പല നന്മകളും ചെയ്യുന്നുണ്ട്, പക്ഷെ പരലോകം എന്ന വിഷയത്തെ ഒന്ന് സീരിയസ് ആയിട്ടെടുത്ത് ഒന്ന് ആലോചിച്ചാൽ നമ്മളൊക്കെ വളരെ നിസ്സാരമായിട്ടാണ് പരലോക വിഷയത്തെ കാണുന്നത് നമുക്ക് മനസ്സിലാവും.